എത്രയോ സമയം ദൈർഘ്യമുള്ളതായിരുന്നു അബ്ദുള്ള. എത്രയോ സമയം ഇങ്ങനെ റസൂലുള്ളാഹി നിന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. കണ്ണിങ്ങനെ താടിരോമത്തിലൂടെ കണ്ണീരൊഴുകി. അല്ലാഹുവിന്റെ റസൂൽ കരയുന്നത് എപ്പോഴും കണ്ടാലും എനിക്ക് സഹിക്കാൻ പറ്റൂല. ഞാൻ മാറി നിന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുകൂവിലേക്ക് പോയി. റുകൂവിലേക്ക് പോകാൻ വേണ്ടി മുത്തു റസൂൽ തല ഇങ്ങനെ കുനിക്കുമ്പോ അണക്കെട്ട് പൊട്ടുന്ന പോലെ രണ്ട് കണ്ണിൽ നിന്ന് കണ്ണീര് പൊട്ടി ഒഴുകി. അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ പോയി ഒരുപാട് സമയമെടുത്തു. രണ്ടാമത്തെ റക്അത്തിന്റെ അല്ലാഹു അക്ബർ എന്ന് എന്റെ മുത്തു റസൂൽ പറഞ്ഞപ്പോൾ ആ ശബ്ദമിടറിയതായി എനിക്ക് മനസ്സിലായി. ഒരുപാട് പാതിരാ സമയം കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അത്തഹിയാത്തിരിക്കുന്നത് വരെ ഞാൻ അടുത്തിരുന്ന അത്ഭുതകരമായ രംഗം നോക്കി കണ്ടുകൊണ്ടിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ പോയ ആ മണൽപ്പരപ്പിലേക്ക് ആ ഇരുട്ടപ്പ് ഞാൻ എന്റെ കൈ കൊണ്ട് ഇങ്ങനെ തടവി നോക്കിയപ്പോൾ നബി തങ്ങളുടെ കണ്ണുനീരുകൾ കൊണ്ട് ആ മണൽപ്പരപ്പുകൾ നനഞ്ഞിരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടത്. സ്വഹീഹായ ഹദീസാണ്, കെട്ടുകഥയല്ല. ആയിഷ റളിയല്ലാഹു അൻഹാക്ക് വല്ലാത്ത സങ്കടം വന്നു. ആ മഹദി പറയുന്ന അബ്ദുള്ള, എനിക്ക് പിന്നെ പേടിയായി. ഈ ഒരു ഹാലിൽ നബി തങ്ങളോട് എന്ത് കാര്യം ചോദിക്കാനും എനിക്ക് പേടിയാ. നാം മിണ്ടാതെ എന്ത് വിരിപ്പിൽ പോയി ദിക്റും തസ്ബീഹുമായി കഴിഞ്ഞ കണ്ണീരോടുകൂടി നേരം പുലരുന്നത് വരെ കാത്തിരുന്നു. സുബ്ഹി നമസ്കാരത്തിന്റെ ബാങ്കിന്റെ സമയമായപ്പോ എല്ലാ ദിവസവും ബിലാൽ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ കുടിലിന്റെ മുമ്പ് വന്ന് നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂലെ ഞാൻ വാങ്ക് വിളിക്കട്ടെ എന്ന് അനുവാദം ചോദിക്കുമ്പോ മുത്ത് റസൂൽ അനുവാദം കൊടുത്തെങ്കിൽ മാത്രമേ ബഹുമാനപ്പെട്ടവർ വാങ്ക് വിളിക്കാൻ പോലുള്ളൂ. അങ്ങനെ അന്നും വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലെ ഞാൻ വാങ്ക് വിളിക്കാൻ പോട്ടെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ അകത്ത് വിരിപ്പിൽ ഇരുന്നുകൊണ്ട് അതേ ബിലാലെ സമയമായി എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബിന്റെ സങ്കടം തന്റെ ശബ്ദത്തിലൂടെ മനസ്സിലാക്കിയ ബിലാൽ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലേ, അവിടെ ഇന്നലെ രാത്രി മുഴുവനും കരഞ്ഞതായിട്ട് എനിക്ക് തോന്നുകയാ. അവിടുത്തെ ശബ്ദ വ്യത്യാസം പോലും പ്രേമം മനസ്സിന്റെ അകത്ത് കൊണ്ട് നടക്കുന്ന കറുത്തവനായ ബിലാലിന്റെ വെളുത്ത ഖൽബിന്റെ അകത്ത് തിരിച്ചറിയാൻ പറ്റും. നബിയെ, അങ്ങെന്തിനാണ് നബിയെ മായുബീകയാ റസൂലല്ലാഹ്, അങ്ങെന്തിനാണ് ഇന്നലെ രാത്രി ഈ സമയം വരെ കരഞ്ഞതെന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, അല്ലാഹുവിന്റെ റസൂൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്തു, ബിലാലേ, ഇന്നലെ ഒരു ആയത്ത് ഇറങ്ങി ബിലാലേ, ഇന്നലെ രാത്രിയിൽ ഒരു ആയത്ത് ഇറങ്ങി ബിലാലേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആയത്തിനെ ഓതി കേൾപ്പിച്ചതെന്ന് ബിലാലേ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വല്ലാത്ത സങ്കടം വന്നു. അല്ലാഹുവിന്റെ റസൂലിനെ ഇത്രമാത്രം ചിന്തത്തിൽ ആഴ്ത്തിയിട്ട് പൊട്ടിക്കരയിപ്പിക്കാൻ മാത്രം ശക്തിയുള്ള ആയത്ത് ഏതെന്ന് ബഹുമാനപ്പെട്ടവർ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന ഫീ ഖൽഖി السماوات والارض واختلاف الليل والنهار لآيات لأولي الألباب. ആകാശഭൂമികളെ പടച്ചതിലും രാത്രിയും പകലും മാറി വ്യത്യസ്തമായി വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ടോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. ജിബ്രീൽ ഇന്നലെ ആയത്തോടെ തന്നു. ബിലാലേ, ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും രാത്രിയെക്കുറിച്ചും പകലിനെക്കുറിച്ചും പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബിലാലേ, ഈ ആയത്ത് ഓതി തീർന്നതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ജിബ്രീൽ എന്നോടൊരു കാര്യം കൂടി പറഞ്ഞു. അതാലോചിക്കുമ്പോ എനിക്ക് പേടിയാവുകയാ, അതാലോചിക്കുമ്പോ എന്റെ കണ്ണ് നിറയുകയാ, അതാലോചിക്കുമ്പോ എന്റെ കൽബ് വിറയ്ക്കുകയാ. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എനിക്കതാണ് കേൾക്കേണ്ടത് നബിയേ. ഈ ആയത്ത് ഓതിയതിനു ശേഷം ജിബ്രീൽ എന്താ പറഞ്ഞത്? ആകാശഭൂമികളിലും രാത്രിയിലെയും പകലിനെയും കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ട് ആ ഖുർആൻ പറഞ്ഞ ആയത്തിന് ശേഷം ജിബ്രീൽ അങ്ങയോട് എന്തേ രഹസ്യമായി പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബിലാലേ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, വൈലുൻ അലാ മൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. ഈ ആയത്തിന്റെ അകത്തൊരു നരകവും ഒരു ശാപവും ഒളിച്ചിരിക്കുന്നുണ്ട് ബിലാലേ. ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അതെന്താണ് നബിയേ, അതെന്താ മുത്ത് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്ന, വൈലുൻ അലാ മൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. ആ
ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന്റെ അത്ഭുതത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ ആ ഖുർആൻ പറയുന്ന ആകാശത്തെയും ഭൂമിയെയും പ്രപഞ്ചത്തെയും രാത്രിയെയും പകലിനെയും കുറിച്ച് പറയുന്ന അത്ഭുതകരമായ ആയത്തിന്റെ ഭാഗത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പ്രതിപാദിക്കുമ്പോ ആ രാവിനെയും പകലിനെയും ഭൂമിയെയും ആകാശത്തെയും കുറിച്ച് ചിന്തിക്കാത്തവന്റെ സർവനാശമെന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു ബിലാൽ. ആകാശത്തെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞ അല്ലാഹുവിന്റെ ആയത്ത്, ഭൂമിയെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞ പടച്ചോന്റെ ആയത്ത്, രാത്രിയും പകലും വ്യത്യസ്തമായി മാറി മാറി വരുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആയത്തുണ്ടല്ലോ, അത് വെറുതെ പാരായണം ചെയ്താ പോരാ. ഈ പരിശുദ്ധ റമളാൻ 5, 6, 7, 10 ഖത്മുൽ ഖുർആൻ തീർത്തിട്ട് അല്ലാഹുവിലേക്ക് ഖുർആൻ കൊണ്ട് മത്സരം നടത്തിയ എന്റെ തിരുവനന്തപുരം ജില്ലയുടെ മുസ്ലിങ്ങൾ ഒരുപാട് തിങ്ങിപ്പാർക്കുന്ന പള്ളിക്കലിൽ വന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തെ, അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരന്തരെന്തിനെന്നറിയോ? ആകാശലോകത്തെ കുറിച്ച് പടച്ചതമ്പുരാൻ പറഞ്ഞ ആയത്ത്, ഭൂമിയെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ ആയത്ത്, രാത്രിയും പകലും ഇങ്ങനെ ആരും മാറ്റാറ് വ്യത്യസ്തതയോടുകൂടി മാറി മാറി തമ്പുരാൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോ അതിനെ കുറിച്ച് ചിന്തിക്കാത്തവരാരോ അവർക്ക് സർവനാശമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുകയാ. എന്തിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ പള്ളിക്കൽ ടൗൺ പള്ളിയുടെ വലിപ്പം നീ അളന്ന് തിട്ടപ്പെടുത്തിയാ പോരാ. ലോകത്തെ ഏറ്റവും വലിയ അല്ലാഹുവിന്റെ ഖുർആനും അളന്ന് തിട്ടപ്പെടുത്തിയാ പോരാ. അല്ലാഹുവിന്റെ വലിപ്പം മനസ്സിലാക്കുക. ലോകത്ത് എത്ര 140 കോടി മുസൽമാനപ്പുറം എത്ര മനുഷ്യരെത്ര മുസൽമാൻ ഈ ലോകത്ത് ജീവിക്കുന്നു എന്ന് കണക്ക് കൂട്ടിയാ പോരാ. അല്ലാഹുവിന്റെ വലിപ്പം മനസ്സിലാക്കുക. മുംതാസ് എന്ന് പറയുന്ന കേവലം ഒരു സുന്ദരിയായ പെൺകുട്ടിക്ക് വേണ്ടി പ്രേമനായകനായ ഷാജഹാൻ ചക്രവർത്തി ചെയ്തു കൊടുത്തു പോയ താജ്മഹലിന്റെ വലിപ്പത്തിന്റെ സൗന്ദര്യത്തിന്റെ അത്ഭുതത്തിന്റെ ആവാച്യമായ അനുഭൂതിയുടെ മുമ്പ് പോയിരുന്ന് ചിന്തിച്ചാ പോരാ. അല്ലാഹുവിന്റെ വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ അല്ലാഹു പറഞ്ഞതുപോലെ ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവര്. അല്ലാഹു പറഞ്ഞതുപോലെ ചിന്തിക്കണം പെങ്ങള്. അല്ലാഹുവിന്റെ വലിപ്പം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പരിശുദ്ധ റമളാൻ കഴിഞ്ഞിട്ട് കന്നുകാലികളെ പോലെ തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ആഭാസത്തരത്തിന്റെ അടയാളങ്ങളായി അപപ്പതനത്തിന്റെ പടുങ്കുഴിയിൽ വീണുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോഴും ആ പടച്ചവന്റെ വലിപ്പത്തെ തിരിച്ചറിയാനാകാറ് കേവലം 360 ഗ്രാം മാത്രം ഭാരമുള്ള ഒരു മുട്ടി ചൂട്ടി വെച്ചാൽ എത്രയാണോ അത്രയുള്ള ഹൃദയാന്തരത്തിന്റെ ഉള്ളറയും ഭൗതിക ലോകത്തിന്റെ ആഡംബരങ്ങളെ കുത്തി നിറച്ചു പോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വലിപ്പം നിനക്ക് അറിയണമോ? അല്ലാഹുവിന്റെ വലിപ്പത്തെ നിനക്ക് തിരിച്ചറിയണമെങ്കിൽ ആകാശത്തെ കുറിച്ച് ചിന്തിക്കണം പെങ്ങള്, ഭൂമിയെ കുറിച്ച് ചിന്തിക്കണം പെങ്ങള്. എന്താണ് ആകാശമെന്നറിയുമോ? അത്ഭുതപ്പെടേണ്ട പള്ളിക്കാര് 2 മണിക്കൂർ ആകാശഗോളങ്ങളുടെ അത്ഭുതങ്ങൾ നിങ്ങളോട് പറയാമെന്നവനല്ല. പ്രപഞ്ചത്തിന്റെ ആണിക്കല്ലുകളായ പർവ്വതത്തിന്റെ ശാസ്ത്ര വിശകലനം നിങ്ങളോട് പറയാമെന്നതല്ല. അല്ലാഹു രാത്രിയെയും പകലിനെയും മാറ്റിത്തരുന്നതിന്റെ ശാസ്ത്രജ്ഞന്മാര് വിശകലനം ചെയ്യുന്ന ഒരുപാട് അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വിതറാമെന്നതല്ല. നിങ്ങൾ സാധാരണക്കാരാ, നിങ്ങൾ അല്ലാഹുവിനെ മനസ്സിലാക്കാ കൊതിക്കുന്നവരാ, നിങ്ങൾ മദീനത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാ. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ പാപം തുറക്കണേ എന്ന് ഓരോ ദിവസവും പൊട്ടിക്കരന്നുകൊണ്ട് ദുആ ചെയ്യുന്നവരാ. ആ നിങ്ങളോട് ശാസ്ത്രലോകത്തിന്റെ വാതായനങ്ങൾ മഴയ്ക്ക് തുറന്നു തന്നിട്ട് കാര്യമില്ല. പിന്നെ എന്തേനാ പറയുന്നതെന്നറിയോ? ലോകത്തൊരു തൂണ് പോലുമില്ലാതെ എത്രയോ കൊല്ലങ്ങളായിട്ട് വെള്ള വിരിച്ചതുപോലെ ഒരു പന്തല് പോലെ അല്ലാഹു നിലനിർത്തിയിരിക്കുന്ന ആകാശത്തിന്റെ മഹാത്ഭുതത്തെ തിരിച്ചറിയാ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും വേണ്ട, നിന്റെ വീടിന്റെ മുകൾ ഭാഗത്ത് കയറിയിരുന്നിട്ട് ആകാശ ലോകത്തേക്കൊന്ന് നോക്കിക്കൂടെ ചെറുപ്പക്കാരാ? ഒരു ദിവസം എത്ര പ്രാവശ്യമാണോ വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ നിന്റെ ശരീരത്തിനെ കിളിപ്പെടുത്തുന്ന ചിന്തകളും ഓർമ്മകളുമായി സമയം ചെലവഴിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരോ? അല്ലാഹുവിന്റെ ആകാശത്തിലേക്കൊന്ന് നോക്കിയാൽ പറഞ്ഞത് നിന്റെ ജീവിതത്തിൽ 10 നന്മകൾ അല്ലാഹു നിനക്ക് തരുമെന്നാണ്.
അള്ളാഹുവിന്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പാകുന്ന ആകാശത്തിലേക്ക് നീ വെറുതെ വന്ന് നോക്കിയാൽ 10 പ്രത്യേകത അള്ളാഹു നിനക്ക് തരുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട നിന്റെ മനസ്സിന്റെ സങ്കടം അള്ളാഹു മാറ്റി തരുന്നതാണ്. ഭൂമിയിലേക്ക് നീ നോക്കിയാലോ, ഭൂമിയുടെ അത്ഭുതം കണ്ടിട്ട് ഏതെങ്കിലും ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് 80 വർഷം ഇബാദത്ത് ചെയ്ത കൂലിയാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂൽ പറഞ്ഞു. 80 വർഷം. വീഗാലാൻഡിൽ പോയി അവിടുത്തെ മനോഹരമായ രംഗം കണ്ട് തൊടുപുഴയിൽ പോയി, കോഴിക്കോട് ജില്ലയുടെ തുഷാരഗിരിയിൽ പോയി, മൂന്നാറിൽ പോയി, പൊന്മുടിയിൽ പോയി, ഗോൾഡൻ വാലിയിൽ പോയി, ഏതെങ്കിലും മനോഹരമായ സ്ഥലത്ത് പോയി അവിടുത്തെ അത്ഭുതം കണ്ട ഒരു മനുഷ്യൻ സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെ അള്ളാഹുവിന്റെ അജായിബിനെ കണ്ട അത്ഭുതത്തോടെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ 80 വർഷം അള്ളാഹുവിന് സുജൂദ് ചെയ്ത കൂലി ആ മനുഷ്യന് മുത്ത് റസൂൽ പറയുന്ന കിട്ടുമെന്നാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെൽഫി എടുക്കാനേ പറയുള്ളൂ. സുബ്ഹാനല്ലാഹ് പറയാൻ നമുക്ക് നേരം കിട്ടൂല. 80 വർഷം ഇബാദത്ത് ചെയ്ത കൂലി ആ മനുഷ്യന് കിട്ടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശമൊക്കെ എത്ര അത്ഭുതം! നബിതങ്ങൾ മിഅ്റാജിന് പോയപ്പോൾ ആകാശത്തിന്റെ അത്ഭുതം ഏറെ കണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന് പോയോ ഇല്ലയോ എന്നതാണ് ഇപ്പോഴത്തെ പുതിയ സംശയം. അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന് പോയോ ഇല്ലയോ എന്ന് ആലോചിച്ച് നോക്കിയേ. എവിടം വരെ എത്തി നമ്മുടെ സമുദായത്തിന്റെ യുവത്വം! അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന് പോയി. മുത്ത് റസൂൽ ആകാശ ലോകത്തിന്റെ അത്ഭുതം കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ ഫീഹാ മൗളിഉ അർബഉ അസാബിയ ഇല്ലാ ഫീഹാ മലക്കുൻ സാജിദ്. 4 വിരൽ വെക്കാനുള്ള സ്ഥലം പോലും ആകാശത്തില്ല. ഇല്ലാ ഫീഹാ മലക്കുൻ സാജിദ്. അവിടെ ഒരു മലക്ക് സുജൂദ് ചെയ്തിട്ടല്ലാതെ 4 വിരൽ വെക്കാനുള്ള സ്ഥലം ആകാശത്തില്ല. അവിടെയൊക്കെ അള്ളാന്റെ മലക്കുകൾ സുജൂദ് ചെയ്യുകയാണ്. ആകാശം മനുഷ്യൻ അവന്റെ അവയവങ്ങൾ വളരുന്നത് പോലെ ആകാശം വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ആകാശം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നാല മൂസിഊൻ, നാം അതിനെ വിശാലമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. വിശാലമാക്കിയിരിക്കുന്നു എന്നല്ല, വിശാലമാക്കിക്കൊണ്ടേയിരിക്കുന്നു ആകാശത്തെ. ആകാശം വളർന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ആകാശം വളരുന്നുവോ അത്രത്തോളം സ്ഥലങ്ങളിൽ ഒരു മലക്ക് 4 വിരൽ വെക്കുന്ന സ്ഥലം ആകാശത്തുണ്ടോ അവിടെ ഒരു മലക്ക് സുജൂദ് ചെയ്തിരിക്കും. മനുഷ്യർക്കാണ് നേരമില്ലാത്തത്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ വലിപ്പത്തരത്തെ മനസ്സിലാക്കിയ അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് ഖുർആൻ പറയുന്നതെന്താ? അള്ളാഹുവിന്റെ റസൂലേ, അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർളി വത്വയ്റു സഫാ. അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങൾ കണ്ടില്ലേ? അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ കണ്ടില്ലേ? ആകാശ ലോകത്തുള്ള സർവ്വതും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാ, അല്ലാഹുവിനെ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ. വത്വയ്റു സഫാ, പറന്നു പോകുന്ന പറവകൾ അങ്ങനെയാണ് നബിയെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നതിന് നിഷേധിക്കാൻ കഴിയില്ല. പള്ളിക്കരന്റെ മൂന്നരയുടെ പരിസരത്ത് വാഴക്കമ്പുകളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന, കുറ്റിച്ചെടികളുടെ മറവിൽ ഒളിച്ചിരിക്കുന്ന, രാത്രി ഒന്നുറങ്ങാൻ വേണ്ടി കുഞ്ഞു കൂട് കെട്ടിയിട്ട് പോയിരിക്കുന്ന കുഞ്ഞു കുരുവികൾ പോലും അല്ലാഹുവിന്റെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. അതിനതിന്റെ സ്വലാത്തും തസ്ബീഹും ഒക്കെ അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തതാ. അതവർക്ക് വ്യക്തമായി അറിവുള്ളതാ. അവർക്ക് നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിർത്താൻ അവർക്ക് കഴിയില്ല. അവർക്ക് നിർത്താൻ കഴിയില്ല. എത്രയോ അത്ഭുതകരമായ പക്ഷിപറവകളാണ് ലോകത്തുള്ളത്. നേരെ പറന്നു പോകുന്നതുണ്ട്, ചരിഞ്ഞു പറക്കുന്നതുണ്ട്, ചുണ്ടു നീണ്ടതുണ്ട്, കാല് നീണ്ടതുണ്ട്. അല്ലാഹുവേ, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് പോലെ തന്റെ ഇരയെ പിടിക്കാനായി പതുക്കെ പതുക്കെ ലാൻഡ് ചെയ്ത് എയർപോർട്ടിലേക്ക് ഇറങ്ങുന്ന പോലെ സമുദ്രത്തിന്റെ തിരമാലകൾക്ക് മുകളിലേക്ക് ലാൻഡ് ചെയ്യുന്ന പറവകളുണ്ട്. ആ പറവകൾക്ക് പോലും അല്ലാഹുവിന്റെ തസ്ബീഹ് പഠിപ്പിച്ചു കൊടുത്തപ്പോ ആ പ്രിയപ്പെട്ട പക്ഷിപറവകൾ പോലും അല്ലാഹുവിനെ വാഴ്ത്തി പറന്നുകൊണ്ടിരിക്കുകയാ. എന്റെ മുമ്പിലിരിക്കുന്നവര്, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളും അങ്ങനെയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, സുബ്ഹാനഹു യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫത്തിഹി. ഒരു ഇടി മുഴങ്ങുന്നുണ്ടല്ലോ. എന്തിനാണ് അങ്ങനെ ഒരു ഇടി
എന്തിനാ? മഴ പെയ്യണമെങ്കിൽ ശാസ്ത്രലോകത്തിനോട് നിങ്ങളൊന്ന് ചോദിക്കുക. മഴ പെയ്യണമെങ്കിൽ ഇടി ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. എന്തിനാണ് ഇടി? എന്തിനാണ് മിന്നൽ? എന്തിനാണ്? അതൊരു മഴ പെയ്യുമ്പോ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. ഇടിയും മഴയുമില്ല, ഇടിയും മിന്നലുമില്ലാതെ എത്രയോ മഴത്തുള്ളികൾ നമ്മുടെ ഭൂമിയിലേക്ക് വീണിട്ടുണ്ട് മുസ്ലിമേ. പക്ഷെ എന്തിനാണ് ഇടി എന്നറിയോ? ആ ഇടി വെട്ടുന്ന സമയത്ത് നിങ്ങൾ പറയണമെന്നല്ലോ റസൂൽ പറഞ്ഞതെന്താ? അല്ലാഹുവിനെ വാഴ്ത്തി പറയുന്ന ശബ്ദമാണോ കേൾക്കുന്നത്? മലക്കിന്റെ തസ്ബീഹാണോ കേൾക്കുന്നത്? അതുകൊണ്ടാ പടച്ചവനെ വാഴ്ത്തിക്കോ എന്നല്ലാഹുവിന്റെ റസൂൽ നിന്നോട് പറഞ്ഞതാണ്. ലോകം മുഴുവനും അങ്ങനെ പടച്ചതമ്പുരാന്റെ വലിപ്പത്തെ മനസ്സിലാക്കിയിട്ട് അല്ലാഹുവിന് വേണ്ടി തസ്ബീഹും തഹ്ലീലും ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും അങ്ങനെയാണ്. സാൽമൻ ഫിഷ് എന്ന് പറയുന്ന ഒരു മത്സ്യമുണ്ട് കടലില്. സാൽമൻ ഫിഷ് ഉപ്പില്ലാത്ത വെള്ളത്തിൽ മാത്രം മുട്ടയിടും. എന്നിട്ടോ ഉപ്പ് വെള്ളത്തിലല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഉപ്പില്ലാത്ത വെള്ളം കടലിൽ എവിടെയാണ്? അല്ലാഹുവേ, എന്തൊരത്ഭുതമാണ് നീ പഠിപ്പിച്ചു കൊടുത്തതല്ല. പിന്നെ എങ്ങനെയാണ് സാൽമൻ ഫിഷ് കടലിന്റെ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോ അതിന്റെ നാവ് കൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറയാതിരിക്കുന്നത് എങ്ങനെയാണ് റബ്ബേ? സാൽമൻ ഫിഷിന് മുട്ടയിടണമെങ്കിൽ ഉപ്പുവെള്ളമല്ലാത്ത വെള്ളം വേണം. കടലിന്റെ ഉള്ളറയിൽ ജീവിക്കുന്ന സാൽമൻ ഫിഷ് ഉപ്പില്ലാത്ത വെള്ളം അന്വേഷിച്ചു പോകുമ്പോ ആരാണ് അതിനാ വെള്ളം കാണിച്ചു കൊടുക്കുന്നത്? അല്ലദീ അഅ്താ കുല്ല ശൈഇൻ സുമ്മ ഹദാ. അല്ലാഹ് പടച്ചതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ വഴി തെളിച്ചു കൊടുക്കുകയാ. ആ സാൽമൻ ഫിഷ് ഉപ്പില്ലാത്ത വെള്ളത്തിൽ പോയി മുട്ടയിട്ടിട്ട് ഉപ്പ് വെള്ളത്തിൽ ജീവിക്കാൻ വേണ്ടി തിരക്ക് പിടിച്ചോടുകയാണ്. സാൽമൻ ഫിഷിന്റെ മുട്ട വിരിഞ്ഞ് കുഞ്ഞിറങ്ങുമ്പോ ഉപ്പില്ലാത്ത വെള്ളത്തിൽ കുറെ സമയം അത് ജീവിച്ചു പോയാൽ അത് മരിച്ചു പോകുന്നതാണ്. ആ മുട്ടയിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ സാൽമൻ ഫിഷ് മത്സ്യത്തിന്റെ കുഞ്ഞു മത്സ്യങ്ങള് എത്രയോ സ്പീഡിലാണ് ഊളിയിട്ട് ഉപ്പുവെള്ളത്തിലേക്ക് പോകുന്നത്. ആരാ പഠിപ്പിച്ചു കൊടുത്തത്? കിട്ടുന്ന മത്സ്യം കൊണ്ട് വെട്ടിക്കീറി ബിസ്മിബകം തന്നെ കഴിച്ച് സന്തോഷത്തോടെ ഉറങ്ങിയാ പോരെ പെങ്ങളെ. അല്ലദീ അഅ്താ കുല്ല ശൈഇൻ സുമ്മ ഹദാ. കാട്ടുപശുവിനെ നമുക്കറിയില്ലേ? കാട്ടുപശുവിന്റെ നാവെന്ന് പറഞ്ഞാൽ ഏത് വസ്തുവില്ല നാവ് കൊണ്ട് നക്കിയാലും ആ ഭാഗം അടർന്നു പോകുമെന്ന് ശാസ്ത്രം പറയുന്ന കാട്ടുപശു ഇപ്പോഴുണ്ടോന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലും നമ്മുടെ പരിസരത്തും തന്നെ കാണാൻ കഴിയില്ല. കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ പുസ്തകത്തിൽ കാട്ടുപശു എന്ന ഹെഡിങ്ങിന് താഴെ ആ കാട്ടുപശുവിന്റെ വീര്യത്തെക്കുറിച്ചും അതിന്റെ പ്രത്യേകതയെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് അതിന്റെ നാവ് ഏത് വസ്തുവില്ല കാട്ടുപശുവിന്റെ നാവ് കൊണ്ട് നക്കിയാലും ആ ഭാഗം അടർന്നു വരുമെന്നാണ്. ഈ മൈക്രോഫോണിൽ അത് നാവ് കൊണ്ട് നക്കിയാൽ ചാനൽ സൗണ്ടിന്റെ കച്ചവടം പൂട്ടി. എന്ത് ചെയ്താലും സർവ്വതും നഷ്ടപ്പെടും. അങ്ങനെയുള്ള കാട്ടുപശു ഗർഭം ധരിച്ച് ആ കാട്ടുപശു ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കണം, പ്രസവിച്ച ഉടനെ ആ കുഞ്ഞൊരൊറ്റ ഓട്ടമാണ്. എന്തുകൊണ്ടാ? ഏതുമ്മമാരും പ്രസവിച്ച ഉടൻ ആ കുഞ്ഞിനെ ചേർത്ത് വെച്ചിട്ട് ഒരു മുത്തം കൊടുക്കും. മൃഗങ്ങളാണെങ്കിൽ നക്കി തുടയ്ക്കും. മൃഗങ്ങളാണെങ്കിൽ നാവ് കൊണ്ട് ഈ കുഞ്ഞിനെ നക്കി തുടയ്ക്കും. കാട്ടുപശു തന്റെ നാവ് കൊണ്ട് സ്നേഹം കൊണ്ട് ഈ കുഞ്ഞിനെ നക്കി തുടച്ചാൽ ഈ കുഞ്ഞിന്റെ അസ്ഥി ഉൾപ്പെടെ കാട്ടുപശുവിന്റെ നാവിന്റെ വീര്യം കൊണ്ട് തകർന്നു പോകും. അതുകൊണ്ട് പിറന്ന ഉടൻ ഒറ്റ ഓട്ടമാണ്. ആരാ പഠിപ്പിച്ചു കൊടുത്തത്? സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഡോക്ടർ മെസ്സേജ് അയച്ചു കൊടുത്തതല്ല. ആരും കാട്ടുപശുവിന്റെ ഉദരത്തിനകത്ത് പോയി ആ കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുത്തില്ല. പിന്നെ ആരാ പഠിപ്പിച്ചു കൊടുത്തത്? അല്ലദീ അഅ്താ കുല്ല ശൈഇൻ സുമ്മ ഹദാ. ആ
പടച്ചതമ്പുരാനെ, എങ്ങനെയാണ് മൃഗങ്ങൾ തസ്ബീഹ് ചെല്ലാതിരിക്കുക? എങ്ങനെയാണ് പറവകൾ തസ്ബീഹ് ചെല്ലാതിരിക്കുക? എങ്ങനെയാണ് ആകാശ ലോകത്ത് അല്ലാഹുവിന്റെ മാലാഖമാര് സൂര്യനും ചന്ദ്രനും ഒക്കെ തസ്ബീഹ് ചെല്ലാതിരിക്കുക? അവർക്കറിയാം അല്ലാഹുവാണ് വലിയവർ. എന്തൊക്കെ ലോകത്ത് നടന്നാലും ആ പടച്ചവനപ്പുറത്തേക്ക് വലിപ്പമൊന്നിനുമില്ല. അല്ലാഹുവിന്റെ വലിപ്പം അംഗീകരിച്ചുകൊണ്ട് അവരത് പറയുമ്പോ, എന്റെ പ്രിയമുള്ള മുസ്ലിമേ, ഇന്നു മുതൽ നമസ്കരിക്കാൻ വേണ്ടി അല്ലാഹു അക്ബർ. ഓരോ അമലിന്റെ ഓരോ ഭാഗത്തു പോകുമ്പോഴും എന്തിന് അല്ലാഹു അക്ബർ എന്ന് പറയാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞോടെ, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞോടെ, ഖുർആൻ തക്ബീർ എന്ന് പറഞ്ഞോടെ, വേറെന്തെങ്കിലും തഹ്ലീലിന്റെ തസ്ബീഹിന്റെ ദിക്റുകൾ അല്ലാഹുവിന് നിങ്ങളോട് പറയാൻ പറഞ്ഞോടെ. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഒളിവെടുത്തുകൊണ്ട് വന്ന് പെട്ടെന്ന് കൈവർത്തിയിട്ട് അല്ലാഹു അക്ബർ. എന്തിനാണ് പെങ്ങളെ അങ്ങനെ പറയാൻ നിന്നെ പഠിപ്പിച്ചതെന്നറിയോ? നീ എത്ര സുഖിച്ചാലും, എത്ര സന്തോഷിച്ചാലും, എത്ര ആഡംബരത്തിൽ ജീവിച്ചാലും, എത്ര കൊട്ടാരത്തിന്റെ ഉള്ളറയിൽ സുഖലോലുപരായി കഴിഞ്ഞുകൂടിയാലും, എന്തൊക്കെ ദുനിയാവിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും, അല്ലാഹുവാണ് വലിയവനും എന്ന ഒരു വലിയ മുന്നറിയിപ്പ് ഒരു ദിവസം 5 നേരം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പടച്ചതമ്പുരാനോട് പറയണമെന്ന അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഇന്നു മുതൽ വരട്ടെ, ഇന്നു മുതൽ മനസ്സിന്റെ അകത്ത് വരട്ടെ. പള്ളിക്ക് കാരി നമസ്കരിക്കാൻ നിൽക്കുമ്പോ അല്ലാഹു അക്ബർ, ഞാനൊന്നുമല്ല റബ്ബേ, എനിക്ക് മക്കളെ തന്ന അല്ലാഹ്, എനിക്ക് വീട് തന്ന അല്ലാഹ്, എനിക്ക് രോഗം തരാത്ത അല്ലാഹ്, എനിക്ക് സുഖം തന്ന അല്ലാഹ്, എന്റെ വിഷമങ്ങളൊക്കെ മാറ്റി തന്ന അല്ലാഹ്, എന്റെ ശരീരത്തിന് ആരോഗ്യം തന്ന അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ വലിപ്പത്തരം നിന്റെ മനസ്സിലേക്ക് വരട്ടെ. ഫാത്തിഹ തുടങ്ങുമ്പോ, ഇന്ന് മുതൽ നമസ്കരിക്കുന്ന എന്റെ പള്ളിക്കൽ വന്നവരെ ഫാത്തിഹ തുടങ്ങുമ്പോ നിന്റെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. ആകാശ ലോകത്തിന്റെ അധിപനായ അല്ലാഹ്, പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹ്, അത്ഭുതങ്ങളുടെ കലവറയായ അല്ലാഹ്, ലോകത്തിന്റെ എല്ലാ സർവ്വതും സൃഷ്ടിച്ചിരിക്കുന്ന അല്ലാഹ്, പരമാണുവിന്റെ ശരണം പോലും തടുത്തെറിയാൻ കഴിവുള്ള പടച്ചവനെ അല്ലാഹുവേ, ഈ പ്രപഞ്ചം മുഴുവനും നിനക്ക് തസ്ബീഹ് ചെല്ലുമ്പോ തിരക്കുകൾക്കിടയിൽ വന്ന് ഓടി വന്നിട്ട് പെട്ടെന്നൊന്ന് കുനിഞ്ഞു നോരുകയല്ല. നീ വലിയവനാണ് അല്ലാഹ്, നീ വലിയവനാണ് അല്ലാഹ്, നീ വലിയവനാണ് അല്ലാഹ്. അത് തുറന്ന് സമ്മതിക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്തിന്റെ നാനാഭാഗത്ത് ഇസ്ലാമിന്റെ പ്രകാശം ഏറ്റെടുത്തുകൊണ്ട് പ്രിയപ്പെട്ട സഹാബികൾ ഒരുപാട് പീഡനങ്ങളേക്കേണ്ടി വന്നു പോയത്. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചുട്ടുകൊള്ളുന്ന മടലാരണ്യത്തിലൂടെ വലിച്ചു കൊണ്ടുപോകുമ്പോ നാവുകൊണ്ട് ബഹുമാനപ്പെട്ടവര് പറഞ്ഞതെന്തോ, ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ശത്രുക്കൾ വാക്യകത്തി മൂത്രമൊഴിച്ചു കൊടുത്തപ്പോ പൊട്ടിക്കരണ്ട് കൊണ്ട് പറഞ്ഞു, നീയാണ് വലിയവനല്ലോ, നീയാണ് ശക്തിമാനല്ലോ, നീയാണ് ശക്തിയുള്ളവനല്ലോ, നീയാണ് പരമാധികാരിയല്ലോ, നീയാണ് സർവസ്വവും പിടിച്ചടക്കി അടക്കി വാഴുന്ന കഹാറായ മഹാനായ റസാഖായ ഗഫാറായ നാഥാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ ബിലാലിനെയാണ് പിന്നെ മുത്തു റസൂൽ പറഞ്ഞത്, ബിലാലേ നീയാണ് വിളിക്കേണ്ടത്, ബിലാലേ നീയാണ് വിളിക്കേണ്ടത്, ബിലാലേ. പാറക്കല്ലുകൾ നിന്റെ വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരത്തെ ഇടിച്ചു പൊളിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് നല്ല ഗാംഭീര്യത്തോടെ പുറത്തേക്ക് പറഞ്ഞ ബിലാലേ, അല്ലാഹുവിന്റെ പരിശുദ്ധ കഅബാലയത്തിന്റെ മുകൾ ഭാഗത്തിരുന്ന് വിളിക്കൂ ബിലാലേ. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചതുപോലെ ആ ഈമാനോട്, ആ പവറോട്, ആ ഗമയോട്, ആ ഭംഗിയോട്, ആ സൗന്ദര്യത്തോട്, ആ ഈമാനോട്, ആ ശുദ്ധിയോട്, ആ ഗമയോട് ഒരു വാക്ക് വിളിക്കോ. ലോകത്തിന് വരെ പിന്നെ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവേ, നിന്റെ വലിപ്പത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു അല്ലാഹ്, നിന്റെ വലിപ്പത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു അല്ലാഹ്. നമ്മളാരും വലിയവരല്ല റബ്ബേ, നമ്മളാരും ഉയർന്നവരല്ല റബ്ബേ. അതാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റഹ്മാൻ, പരിശുദ്ധ ഖുർആനിന്റെ മണവാളൻ എന്ന അഭിപ്രായമുള്ള സൂറത്തുർ റഹ്മാൻ. ഒരായത്ത് മാത്രം 31 പ്രാവശ്യം അതിനകത്ത് ആവർത്തിച്ചിരിക്കുന്നു അത്രേ. ഒരായത്ത് മാത്രം. എന്തിനാണ് അത്രയും ആവർത്തിച്ചത്? ഏതാണ് ആയത്ത്?
എല്ലാവർക്കും അറിയാം. നിങ്ങളെല്ലാരും ആദ്യമൊക്കെ വന്നതുകൊണ്ട് തൊപ്പിയിട്ടു. തട്ടത്ത് വരുന്ന ഒരാൾ വന്നിട്ടുണ്ട്, ഫുൾ ടൈം തൊപ്പിയാണ്, പേര് തന്നെ തൊപ്പി എന്നാണ്. അള്ളാഹു അതിന്റെ ബറക്കത്ത് കൊണ്ട് നാളെ മുത്ത് റസൂലിന്റെ കരം പിടിച്ച് സ്വർഗം പുൽകാൻ ആ പ്രിയ കൂട്ടുകാരൻ അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ. പേര് തന്നെ തൊപ്പി എന്നാ. അതിന്റെ ഒക്കെ ഒരു വലിയ ഭാഗ്യം വേണം. അങ്ങനെ ഒരു പേര് കിട്ടുമ്പോൾ നല്ലതാ. ഇരട്ട പേര് കിട്ടുമ്പോ വെട്ടോത്തി വാസു തക്കാളി സൈനവ എന്നൊക്കെ കിട്ടുന്നതിന് പകരം തൊപ്പി, തസ്ബീഹ്, തങ്ങള്, ഔലിയ എന്നൊക്കെ കിട്ടുന്നത് നല്ലതാ. ഞാൻ സമ്പ്രദത്ത് പഠിക്കുമ്പോൾ ആ സമ്പ്രദത്തിന്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളൊക്കെ ഉണ്ട് തകരപ്പുറമ്പില്. ചില വീടിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, നിനക്ക് പടച്ചോന്റെ വീട്ടിലെ ഭക്ഷണം ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ. പടച്ചോൻ എന്ന് പറഞ്ഞ ഒരാളെ ഇരട്ടപ്പേരായിരുന്നു. പിന്നെ തങ്ങളുണ്ട് അവിടെ, തങ്ങൾ, അതും ഇരട്ടപ്പേരാണ്. അങ്ങനെ ഒരു പേര് കേൾക്കുമ്പോൾ മനസ്സിലൊരു സുഖമാണ്. പക്ഷെ അങ്ങനെ വേറെ പേരുള്ളത് കൊണ്ട് ആരെയും നിസ്കാരം കൂടെ വേണമല്ലോ. വിളിക്കുന്ന പേര് അയാളുടെ സ്വഭാവത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് വിളിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് റഹ്മാൻ പഴയതുപോലെയല്ല. ഇന്ന് നമ്മുടെ യുവാക്കൾക്കൊക്കെ നല്ല വിവരവും ബോധവുമുണ്ട്. പരിശുദ്ധ റമദാനിലൊക്കെ വാട്സപ്പുകളിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പുകളിലൂടെ ആയത്തിന്റെ അർത്ഥം പഠിക്കുക, ഹദീസിന്റെ അർത്ഥം പഠിക്കുക, പിന്നെ ഒരുപാട് ഇൽമുകൾ, ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ, അതിലെ ചോദ്യോത്തരങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ യുവാക്കൾ പഠിക്കുകയാണ്. അതൊരു നല്ല മാധ്യമമായി അതിനെ ഉപയോഗിച്ചാൽ ശരിക്ക് അൽഹംദുലില്ലാഹ് ശരിക്ക് നമുക്കത് ഉപകാരപ്പെടും. ശരിക്ക് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് ഖേദിക്കേണ്ടി വരും. അതിന്റെ ദൂഷ്യവശങ്ങളൊക്കെ സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരുന്നതാണ്. അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് തരട്ടെ. നല്ല അറിവുള്ളവരാണ് ഇപ്പോഴത്തെ യുവതലമുറ. ഒരുപാട് ആളുകളെ എനിക്കറിയാം, പുനലൂരിൽ നിന്ന് വന്നവര്. അതുപോലെ തന്നെ തട്ടത്തൂരിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് പ്രായം ചെന്നവർക്ക് ഖുർആൻ എഴുതി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി വരെ തുടങ്ങി. എല്ലാ സ്ഥലങ്ങളിലും ഉസ്താദുമാരൊക്കെ വലിയ ഉഷാറാ, പഴയതുപോലെയല്ല അൽഹംദുലില്ലാഹ്. എല്ലാ സ്ഥലങ്ങളിലും യുവാക്കൾക്ക് പഠിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും മറുപടി കൊടുക്കാനും അതിനൊക്കെ വലിയ വലിയ അവസരങ്ങൾ ഇന്നുണ്ട്. എങ്കിലും ഇടയിൽ കുറെ സാധനങ്ങളുണ്ട്, ഒരു ബോധമില്ലാതെ ഇങ്ങനെ നടക്കുന്ന കുറെ സാധനങ്ങൾ. കാണാൻ നല്ല ഗ്ലാമറൊക്കെ ആയിരിക്കും. പെണ്ണ് കാണാൻ പോയപ്പോ വാപ്പച്ചി ആ മോന്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ പോയിട്ട് നിന്റെ ഈ ന്യൂ ജനറേഷൻ ചോദ്യങ്ങളൊന്നും പെണ്ണിന്റെ അടുത്ത് ചോദിക്കരുത്. അങ്ങനെയാണ് ഈ വന്ന ആലോചന മൊത്തം മുടങ്ങി. ഇസ്ലാമികമായ ചോദ്യം ചോദിക്കണം. അവൻ ചെന്ന് ആദ്യം വെള്ളം കൊണ്ടുവന്ന പെണ്ണോട് ചോദിച്ചത് മൺ റബ്ബുക്കാന്നാ. ഇതിനപ്പുറം ഈ ഒരു ദീനുള്ള ചോദ്യം വേറെ ഇല്ലല്ലോ. നിന്റെ റബ്ബാരെന്നാ ചോദിച്ചു. ഖബറിന്റെ അകത്ത് ചോദിക്കേണ്ട ചോദ്യാ. എത്ര ബോധം ഈ ചെയ്താനുണ്ടെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് കുറെ ഇങ്ങനത്തെ അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ കുറെ ആളുകൾ ഉണ്ടാവും. റമദാൻ 30 ഇബാദത്ത് ചെയ്തു, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു, നല്ല ഇബാദത്തും കാര്യങ്ങളൊക്കെ ചെയ്തു. പെരുന്നാളിന്റെ അന്ന് പള്ളിയിലേക്ക് പോയപ്പോൾ ഈ വർഷം നമ്മുടെ പ്രിയപ്പെട്ട യുവതലമുറയ്ക്ക് പകർന്നു പിടിച്ച ഏറ്റവും വലിയ രോഗമായിരുന്നു വെള്ളമുണ്ടും കറുത്ത ഷർട്ടും ഒരു മോഡൽ താടിയും. അതെന്തിനായിരുന്നു എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം മുതൽ ഈ സാധുവായ സഹോദരൻ പറഞ്ഞു തുടങ്ങുന്നുണ്ട്, പ്രേമം ആരോടാണ്, പ്രേമം ആരോടാണ്, പ്രേമം ആരോടാണ്. എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കട്ടെ, എത്രയോ നാളുകളായി നമ്മുടെ പള്ളിയിലെ ഇമാമിങ്ങൾ മുഴുവനും വെള്ളിയാഴ്ച മിമ്പറിൽ നിന്നുകൊണ്ട് മേറാവിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവാചക ചര്യയെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ ചെറുപ്പക്കാരാ? നിന്റെ താടി ഒന്ന് ഭംഗിയാക്കി വെച്ചുകൊണ്ട് ജീവിക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ? അല്ലാഹുവേ, ഞാനൊരു മുസൽമാനാണെന്ന് അടയാളം എന്റെ മുഖത്തുണ്ടാവണമെങ്കിൽ താടി വേണമെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിനക്ക് തോന്നിയില്ലല്ലോ? അല്ലാഹുവിന്റെ പള്ളി വിനാരങ്ങളിലൂടെ അല്ലാഹുവിന്റെ വലിപ്പത്തെ കുറിച്ച് പറഞ്ഞത് മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ? എത്രയോ ഉസ്താദുമാരുടെ പ്രഭാഷണ സീഡികൾ നീ കേട്ടവനാണ്, എത്രയോ ക്ലാസുകൾക്ക് പോയതാ. നിന്റെ പള്ളിയിൽ വെച്ച് കാണുമ്പോ ഉസ്താദ് എപ്പോഴും പറയും നിനക്ക് താടി നല്ലതാ, താടി നല്ലതാ. അല്ലാഹുവിന്റെ റസൂൽ സുന്നത്താക്കിയ താടി വെക്കാൻ പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് താല്പര്യം വന്നില്ല. പക്ഷെ ഒരു സിനിമ ഇറങ്ങിയപ്പോഴോ ആ സിനിമയിൽ അവൻ ഇഷ്ടപ്പെടുന്ന സിനിമാ നടൻ പുതിയ ന്യൂ ജനറേഷന്റെ മോഡലായപ്പോ ആ മോഡല് പോലെ താടി വെച്ചുകൊണ്ട് പള്ളിയിൽ വരാ. എങ്ങനെ ധൈര്യം വന്നു ചെറുപ്പക്കാരാ, എങ്ങനെ ധൈര്യം വന്നു ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ റസൂൽ ആ
സിനിമാ നടനെക്കാളും നിനക്ക് ചെറുതായി പോയോ മോനെ? റസൂലിന്റെ ശാപം നിനക്ക് കിട്ടും മോനെ, അള്ളാന്റെ റസൂലിന്റെ ശാപം നിനക്ക് കിട്ടും മോനെ. നീ ഉംറയ്ക്ക് പോയാലും നീ ഹജ്ജിന് പോയാലും അള്ളാന്റെ റസൂലിന്റെ മദീനത്താണ് കൂടുതൽ താമസിക്കേണ്ടതെന്ന് മഹാന്മാര് പറഞ്ഞത് എന്തുകൊണ്ടെന്നറിയോ? ആരംഭ റസൂലിന്റെ പൊരുത്തവും ഗുരുത്വവും എത്ര കിട്ടുന്നുവോ അത് ഈമാൻ ചാർജ് ചെയ്യുന്നത് പോലെയാ. പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല, എന്റെ പ്രിയപ്പെട്ട ഈ വാക്കുകളൊക്കെ വല്ലാതെ മാറിപ്പോയി. പഠിക്കാനും ഒരുപാട് അമൽ ചെയ്യാനും ഒരുപാട് പ്രസംഗം കേൾക്കാനും ഒരുപാട് ഇബാദത്ത് ചെയ്യാനും ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ട് എന്തിനാണ് ഈ കാലഘട്ടത്തിലും സിനിമാ പ്രാക്കാലങ്ങളുടെ പിന്നാലെ ആദർശത്തെ ചവിട്ടി തേച്ചിട്ട് കന്നുകാലികളെ പോലെ ഇറങ്ങിപ്പോകുന്നത്? ചെറുപ്പക്കാരോ, ഞാൻ ഉറപ്പായും പറയുകയാ, നിങ്ങള് ആ സിനിമാ നടനെ അനുകരിക്കാൻ വേണ്ടി വാങ്ങിയ മുണ്ടുണ്ടല്ലോ, നിങ്ങൾ ആ സിനിമാ നടനെ അനുകരിക്കാൻ വേണ്ടി വാങ്ങിയ കറുത്ത സട്ടുണ്ടല്ലോ, നിങ്ങൾ ആ സിനിമാ നടനെ അംഗീകരിക്കാൻ വേണ്ടി മുഖത്ത് വെച്ച് പിടിപ്പിച്ച താടിയുണ്ടല്ലോ, അതിനെ വൃത്തിയാക്കി മറ്റൊരു രൂപത്തിലാക്കുന്നത് വരെ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം നിനക്കില്ല. ഏത് ഹാജിയാരെ മോനാകട്ടെ, ഏത് മുസ്ലിയാരെ മോനാകട്ടെ, ഏത് പള്ളി പ്രസിഡന്റിന്റെ മോനാകട്ടെ, ഏത് പള്ളിക്ക് വേണ്ടി കോടികൾ കൊടുത്ത സമ്പന്ന സാമ്രാജ്യത്വ ശക്തിയുടെ പിന്തുണ മുറക്കാരനാണ് ചെറുപ്പക്കാരനാവട്ടെ, എന്റെ പൊന്നുമോനെ, അല്ലാഹുവിന്റെ റസൂൽ നിന്നോട് പിണക്കമാ. ആരോരുമില്ലാതെ ആറടി മണ്ണിന്റെ അകത്തുളത്ത് കൊണ്ടുവച്ചിട്ട് ആരാണിതെന്ന് ചോദിക്കുമ്പോ പറയണ്ടേ ചെറുപ്പക്കാരാ, എന്റെ കൽവിന്റെ കിഷണമോ, എന്റെ മനസ്സിന്റെ പ്രകാശമോ, എന്റെ റൂഹിന്റെ സൗന്ദര്യമോ, എന്റെ കണ്ണിന്റെ കാഴ്ചയോ, എന്റെ ശരീരത്തിന്റെ രോമാഞ്ചമോ, എന്റെ ജീവനോ, എന്റെ ജീവന്റെ 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 ജീവനോ, എന്റെ മുത്തുറസൂലോ എന്ന് ആറടി മണ്ണിന്റെ അകപ്പുറത്ത് കിടന്നുകൊണ്ട് പറയോ, എന്റെ ചെറുപ്പക്കാരാ നിനക്ക് കഴിയണ്ടേ മോനെ? എത്ര മയ്യത്ത് കൊണ്ടുപോയി പള്ളിക്കൽ ടൗണിലൂടെ, എത്ര ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് പള്ളിയിലടക്കി. നീ പഠിക്കാത്തതുണ്ട്, നീ തിരിച്ചറിയാത്തതുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് റഹ്മാൻ 30-ലധികം പ്രാവശ്യം അല്ലാഹു പറയുന്നു, ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകസിബാൻ. അല്ലാഹുവിന്റെ അജായിബുകളെ, അല്ലാഹുവിന്റെ അത്ഭുതങ്ങളെ, അല്ലാഹുവിന്റെ ലോകത്ത് അസംഭവമാകുന്ന കാര്യങ്ങള് മുഴുവനും പടച്ചതമ്പുരാ ചെയ്തു വെച്ചത് ആ സൂറത്തിലൂടെ പറഞ്ഞിട്ട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നതാരാ? അല്ലാഹുവിന്റെ ഖുർആൻ അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. എന്ത് രസമാണ് സൂറത്ത് റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുന്ന ദിവസം ഞങ്ങളുടെ പേരിൽ ഞങ്ങളുടെ പിഞ്ചോമന മക്കൾ, ഞങ്ങളുടെ കൽബായി ഞങ്ങൾ കൊണ്ടു നടക്കുന്ന മക്കൾ, ഞങ്ങളുടെ മടിയിൽ വെച്ച് മുത്തം കൊടുക്കുന്ന മക്കൾ, ആ പൊന്നോമന മക്കൾ വാപ്പച്ചിക്ക് വേണ്ടി അർഹമാനോദി, ഉമ്മച്ചിക്ക് വേണ്ടി അർഹമാനോദി ഹദിയ ചെയ്യുന്ന ഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. 70,000 മലക്കുകളാണ് ആ സൂറത്തോടുന്ന സ്ഥലത്തിറങ്ങുന്നത്. നമ്മുടെ ഖബറിന്റെ അടുത്ത് വന്നിരുന്ന് നമ്മുടെ പൊന്നാരെ പൊന്നുമോൾ മോനെ, പള്ളിയിൽ പോകടാന്ന് പഠിപ്പിച്ച മകൻ, തൊപ്പി വെക്കടാന്ന് പഠിപ്പിച്ച മകൻ, സ്വലാത്തിലെല്ലടാന്ന് പഠിപ്പിച്ചു കൊടുത്ത വാപ്പാടെ ഖബറിന്റെ അടുത്ത് വന്നിരുന്ന് ആ പൊന്നുമകൻ അർ-റഹ്മാനോടുമ്പോ 70,000 മലക്കുകളാണ് ആ വാപ്പാക്ക് വേണ്ടി ഖബറിന്റെ അകത്ത് സഹായത്തിൽ ഇറങ്ങുക. ആരാണ് വരിക പെങ്ങളെ? ആരാണ് വരുന്നത് പെങ്ങളെ? അല്ലാഹുവിന്റെ ഖുർആനിനെ വീടിന്റെ മൂലയ്ക്ക് ചവിട്ടി തേക്കുന്ന പെങ്ങളെ, റമളാൻ പകുതി കഴിഞ്ഞപ്പോ തന്നെ ഓഫ് ചെയ്ത് വെച്ച സീരിയലിന്റെ ബാധ പിടിച്ചിട്ട് ശരീരത്തെ ഈമാനികമായ മാധുര്യത്തെ നശിപ്പിച്ചു കളഞ്ഞ പെങ്ങളെ, എത്ര നടന്നു പറഞ്ഞാൽ ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കളഞ്ഞ ശവങ്ങളെ പോലെ വന്നിരുന്നിട്ടും നേട്ടമാ. എന്റെ പെങ്ങളെ, മാറ്റമുണ്ടാവണം. എന്റെ ചെറുപ്പക്കാരാ, മാറ്റമുണ്ടാകണം. ആ പടച്ചതമ്പുരാന്റെ വലിപ്പത്തെ നിഷേധിക്കാൻ പാടില്ല എന്ന ഒരു വലിയ താക്കീതാണ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസിബാൻ എന്ന ആയത്തിനെ ആവർത്തിക്കുന്നതിലൂടെ അല്ലാഹു ലക്ഷ്യമിടുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, എവിടെയും അല്ലാഹു അവന്റെ വലിപ്പത്തെ സീൽ ചെയ്ത് വെച്ചിട്ടാണ് അല്ലാഹു തുടക്കം കുറിക്കുക. ഒരു കുഞ്ഞ് ജനിച്ചാൽ
അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലത്തെ ചെവിയിൽ ബാങ്ക്, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത്. പിന്നെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്, അതുകൂടെ ഒന്ന് മനസ്സിൽ വെച്ചോ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ പിശാച് ആ കുഞ്ഞിന് വേണ്ടി മാത്രം 100 കണക്കിന് പിശാചിന്റെ മക്കളെ പടയ്ക്കും. നീ അവന്റെ പിന്നാലെ പോകണം. എത്ര ഓതിയാലും എത്ര ഊതിയാലും മാറാതെ വീര്യത്തോടു കൂടി ചേർന്ന് നിൽക്കണം. എങ്ങനെയെങ്കിലും അവന്റെ കൽബിൽ അള്ളാന്റെ റസൂലിനെ, അള്ളാഹുവിനെ നമുക്ക് എടുത്തു മാറ്റണം എന്ന് പറയും. നമ്മുടെ മക്കളെ അങ്ങനെ എടുത്തു മാറ്റുന്നത് കൊണ്ടാണ് പിന്നീട് അവര് വകതിരിവെത്തിയിട്ട് പോലും പറഞ്ഞാൽ കേൾക്കാതെ വരിക. ഉമ്മായ കിളവിയെന്നും കഴുതയെന്നും വിളിക്കാത്ത മക്കൾ ഇന്ന് കുറവല്ലേ? ഉമ്മായ നോക്കുന്ന മക്കളുന്നുണ്ടോ? പെരുന്നാളിന്റെ ഒരു ഉമ്മ പറഞ്ഞു, 4 ആൺമക്കളും 2 പെൺകുട്ടികളും ഉണ്ട് അവർക്ക്. 6 മക്കളുടെ ഉമ്മയാണ്. പെരുന്നാളിന് ഉമ്മ ചോറൊക്കെ വെച്ചിട്ട് ഉച്ചയ്ക്ക് കാത്തിരുന്ന മക്കൾ വന്നില്ലത്രേ. ഉമ്മക്ക് സങ്കടം വന്നു. അപ്പുറത്തുള്ള പൊന്നമ്മയ്ക്കും പ്രസന്നയ്ക്കും ഒക്കെ ഇങ്ങനെ കോരി പാത്രത്തിനകത്തിട്ട് എല്ലാവർക്കും ഒന്ന് കൊടുത്തിട്ട് പറഞ്ഞു, ഈ പെരുന്നാളിന്റെ മക്കൾ എന്നെ കാണാൻ വന്നില്ല. 4 ആമക്കളും 2 പെൺമക്കളുമാണ്. ഇവിടെ മക്കൾക്ക് പെരുന്നാളിന് നേരമില്ല. ഉമ്മാക്ക് എത്ര നീളമുള്ള മൊബൈൽ വാച്ച് കൊടുത്തിട്ടുണ്ട്. രാവിലെ ഉമ്മ അങ്ങോട്ട് ഓണാക്കുമ്പോ ഉമ്മ ഇളയ മോനാണ്, ഇനി ഉമ്മാണക്ക് കഴിഞ്ഞ് അവന്റെ പെരുന്നാളും കഴിഞ്ഞ്, അവന്റെ കുത്തുബയും കഴിഞ്ഞ്, അവന്റെ കുർബാനും കഴിഞ്ഞ്, സർവ്വതും കഴിഞ്ഞ്. ഇത്രയേ ഉള്ളൂ. ഞാനിന്ന് വൈഫിന്റെ കൂടെ ഊട്ടിയിലാണ്, മൈസൂറാണ്, വൈഫിന്റെ വീട്ടിലാണ്. വൈഫിന്റെ വീട്ടിൽ പോയില്ലെങ്കിൽ പുറത്ത് കിടക്കേണ്ടി വരും. അതുകൊണ്ടാ എല്ലാവർക്കും ഉള്ള അവസ്ഥ തന്നെയാ. ചിന്തിച്ചു നോക്കിയേ, ഉമ്മായും ഉപ്പായും നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു പരിഗണന കൊടുക്കണം. നിങ്ങൾ വൈഫിനെ സ്നേഹിക്കണ്ടെന്ന് സഹോദരിമാർ ഊരിയ മോതിരം തിരിച്ചിടണ്ട. സ്നേഹിക്കണ്ടെന്നല്ല പറഞ്ഞത്, അങ്ങനൊന്നുമല്ല. ഞാനും വിവാഹം കഴിച്ചതല്ലേ, അങ്ങനല്ല പറഞ്ഞത്. ഉമ്മയൊന്ന് കാണാൻ, വിശേഷ ദിവസങ്ങളിൽ ഉമ്മയൊന്ന് കാണാൻ സന്തോഷം അല്ലേ? നമ്മള് അങ്ങനെ ആവണ്ടേ നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ? പക്ഷെ അത് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞിരണ്ട, പിറന്നവുടൻ, കുഞ്ഞ് പിറന്നവുടൻ വലത്തെ ചെവിയിൽ ബാങ്ക് വിളിക്കാൻ പറഞ്ഞു. എന്തിനാണ് ബാങ്ക് വിളിക്കാൻ പറഞ്ഞത്? വേറെന്തെങ്കിലും പറഞ്ഞാൽ പോരാണെങ്കിൽ ഏറ്റവും നല്ലത് ആയത്തുൽ കുർസിയല്ലേ? അത് ഓതിയാ പോരായിരുന്നോ? ആമന റസൂൽ ഓതിയാ പോരായിരുന്നോ? ഒരു ഫാത്തിഹ ഓതിയാ പോരായിരുന്നോ? അള്ളാന്റെ റസൂൽ പറഞ്ഞു, ആ ചെവിയിൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഉമ്മയുടെ ഉദരത്തിനകത്ത് കിടന്ന പ്രിയപ്പെട്ട കുഞ്ഞ്, അതാണ് ഏറ്റവും വലിയ ലോകം എന്ന് ചിന്തിച്ചിരുന്ന പ്രിയപ്പെട്ട കുഞ്ഞ്. ആ കുഞ്ഞ് പുറത്തേക്ക് വന്ന് വീഴുമ്പോ ആദ്യമായി വലത്തെ ചെവിയിൽ നീ വിളിച്ചു കൊടുക്കണം എന്ന് മുത്തു റസൂല് പറഞ്ഞതെന്താ? അല്ലാഹു നിർദ്ദേശിച്ചതെന്താ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മോനെ മോനെ, ഇത് ദുനിയാവാണടാ, ഇത് ദുനിയാവാണ് പൊന്നു മോനെ. ഇനി നിനക്ക് ആരോഗ്യം വരും, നീ ഓടും, നീ ചാടും, നീ നടക്കും, നീ സംസാരിക്കും, നീ പാട്ടുപാടും, നീ പ്രസംഗിക്കും, നീ പണമുണ്ടാക്കും, നീ ബിസിനസ് നടത്തും. പള്ളിക്കലിൽ ആരൊക്കെ പള്ളിക്കകത്ത് കയറിയാലും പൊന്നുമോനെ നീ കേറാറ്. മടത്ത് കെട്ടി തുടയും ചൊറിഞ്ഞ പള്ളിയിലെ മൊയിലാരെ, കമ്മിറ്റിക്കാരെ, പ്രസംഗിക്കാൻ വരുന്നവരെ ഒക്കെ കളിയാക്കി കുറ്റപ്പെടുത്തി മറ്റു മനുഷ്യരുടെ പച്ചമാംസം കടിച്ച് കീരിത്തിന്ന് കടപ്പിണ്ടയിൽ കന്നുകാലികൾ നിറങ്ങുന്ന പോലെ നിറങ്ങുമ്പോ പൊന്നുമോനെ ഇപ്പോഴേ നീ അറിഞ്ഞോ, അല്ലാഹു അക്ബർ, അല്ലാഹു ആണടാ വലിയവൻ, അല്ലാഹു ആണടാ വലിയവൻ, അല്ലാഹു ആണ് മോനെ വലിയവൻ. ഇത് നാശത്തിന്റെ ലോകമാ, ഇത് ഒരുപാട് ആളുകളെ നശിപ്പിച്ച ലോകമാ. ഇവിടെ നീ പിറന്നു വീഴുമ്പോ നിന്നെ നശിപ്പിക്കാൻ ആയിരക്കണക്കിന് പിശാചുണ്ട്, ദുനിയാവിന്റെ ആഡംബരമുണ്ട്. അതുകൊണ്ട് പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിയോട് വലത്തെ ചെവിയിൽ ബാങ്ക് വിളിച്ചിട്ട് പറയും, അല്ലാഹു ആണ് വലിയവൻ പെണ്ണ്, അല്ലാഹു ആണ് വലിയവൻ പെണ്ണ്. 14 വയസ്സാകുമ്പോ തന്റെ മുഖത്തിന്റെ സൗന്ദര്യം പോരാന്ന് പറഞ്ഞ് ഇന്ദുരേഖ വാങ്ങാൻ തന്റെ ഡാഡിയോട് നിർബന്ധിച്ച് പറഞ്ഞിട്ട് അത് പുരട്ടിയിട്ട് കോളേജിലേക്ക്, സ്കൂളിലേക്ക് പോകുമ്പോ തന്നെ കാമുകന്മാരും യുവാക്കളും നോക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് കിടക്കണ്ണുകൊണ്ട് ഒളിക്കണ്ണെറിഞ്ഞിട്ട് നടന്നു പോകുന്ന പെണ്ണ്, നീ പിറന്നപ്പോ തന്നെ നിന്റെ ചെവിയില് അല്ലാഹുവിന്റെ റസൂൽ പറയാൻ പറഞ്ഞതെന്താ? അല്ലാഹുവാണ് വലിയവനെന്ന് മറക്കല്ലേ. അങ്ങനെ മറക്കാതിരുന്നത് കൊണ്ടാണ് സ്വന്തം കൈകൊണ്ടൊരു വിറക് കഷണം എടുത്തിട്ട് ഈജിപ്തിന്റെ മണ്ണിൽ മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഖബർ കുഴിച്ചത്.
അള്ളാഹുവിന്റെ വലിപ്പത്തെ, സൗന്ദര്യം വന്നു, പണം വന്നു, പദവി വന്നു മറന്നില്ല. ആ പ്രിയപ്പെട്ടവര് മറന്നില്ല. നമ്മുടെ സഹോദരിമാരോ നെടുന്ന ചുരിദാർ, അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരിമാരെ കാക്കണേ റബ്ബേ, ഞങ്ങളുടെ ഭാര്യമാരെ കാക്കണേ അല്ലാ. തൊലിയുടെ നിറം പുറത്ത് കാണുന്ന ചുരിദാറിന്റെ പാന്റ്, അതിന്റെ പേരെന്തെന്നെ ഇംഗ്ലീഷിലൊരു പേര് പറയും, തന്നറിയോ? ഉസ്താദ് പറഞ്ഞിട്ടാണോ ഉള്ള ഒരു അതൊക്കെ പഠിച്ചു വയ്ക്കണം. എനിക്ക് അറിയാമായിരുന്നു, മറന്നുപോയി. എന്തോ ലെസ്കിയോ ലഗ്നസ് അല്ലേ? എന്തായാലും ഒരു സാധനം, ഒരു പേരുണ്ട്. അത് ചുരിദാറിന് എന്താ കാലിലേക്ക് അങ്ങോട്ട് ഇട്ടാൽ തൊലിയുടെ നിറത്തിലുള്ളത് കിട്ടും തുണി. അതിട്ട് അത് വളരെ കഷ്ടപ്പെട്ട് വാങ്ങണേക്കാലം അത് ഇടാതെ പോയപ്പോരെ. ഇങ്ങനെ ചിരിക്കുന്നവർ അത് കാണുമ്പോ ചിരിക്കൂല, മൊബൈൽ കൊണ്ട് പറയാമോ? വെറുതെ പറഞ്ഞതല്ല. നമ്മുടെ വീട്ടിൽ +2 പഠിക്കുന്ന മോള് ഇറങ്ങി പോകുമ്പോ ഉളുപ്പ് വേണം, തന്തമാരെന്ന് പറഞ്ഞിരിക്കാൻ നോക്കണം. നിന്റെ മോളല്ലേ ഈ പോകുന്നത്, എന്ത് കോലവാ. ജനിഷനിൽ കാമക്കണ്ണുമായി കഴുകന്മാര് കാത്തിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടത്തെ പറയും ഹിന്ദുക്കളെ കുറ്റം പറയും, എന്റെ മോളെ കൊണ്ടുപോയി അവ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ആരും കുറ്റം പറയണ്ട. നിന്റെ മക്കളെ വളർത്താൻ നിനക്കറിയാത്തതുകൊണ്ട് സംഭവിച്ചതാ. നമ്മുടെ നാട്ടിലെ ഹൈന്ദവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർക്ക് പെണ്ണുങ്ങളെ വേണമെങ്കിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, ഇഷ്ടംപോലെ സഹോദരിമാരുണ്ട് കൊണ്ടുപോവാൻ. നിങ്ങളുടെ മക്കളെ വളർത്താൻ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് അവരെ പഴിചാരിയിട്ട് കാര്യമില്ല. മുസ്ലിം വീടിന്റെ ദാരിദ്ര്യത്തിന്റെ അകത്തുനിന്ന് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടിയുടെ മോഡൽ കണ്ടാൽ ആലോചിച്ച് നോക്കി. എന്തൊരു ആഭാസമാണ് നമ്മുടെ സമുദായത്തിലെ സഹോദരിമാര് ചെയ്യാൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഞാൻ ആ 2 കൂട്ടരെ കാണാതിരിക്കട്ടെ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതിൽ ഒന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, പെണ്ണെ ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരാണെന്ന് പറഞ്ഞ മുത്ത് റസൂല് നിനക്കൊരു വിശേഷണം കൂടി അതിന്റെ തൊട്ട് താഴെ പറഞ്ഞിട്ടുണ്ട്. പെങ്ങളെ, നീ വസ്ത്രം ധരിച്ചവളാണെങ്കിലും ധരിക്കാത്തവരെ പോലെയും മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞു അന്ന് പറഞ്ഞതാ. നരകത്തിൽ പോകുന്ന ചില പെണ്ണുങ്ങൾ വരും, അവസാനം അവര് വസ്ത്രം ധരിച്ചെങ്കിലും ധരിക്കാത്തവരെ പോലെയാ. അവര് പാൻറിട്ടാലും പാൻറിടാത്തവരെ പോലെയാ. തൊലിയുടെ നിറമുള്ള പാൻറ് തെച്ചുകൊണ്ട് കല്ലമ്പലത്തോടെ പള്ളിക്കലിലൂടെ പോങ്ങനാടിലൂടെ ഞാൻ വലിയ മിടുക്കിയായി പോയെന്ന് കരുതി പോകുന്ന പെണ്ണേ, ഉദിത്ത് റബ്ബൽ ഏകൽ പോലെ തോനീബാദത്തെ ഉദിപ്പെടാ ഞാനം പലേതും ന്യായമാൽ പഠിത്തേ. അല്ലാഹുവേ, ഈജിപ്തിന്റെ മണ്ണിൽ സ്വന്തം കൈയുടെ തടിക്കഷണം കൊണ്ട് കബർ കുഴിച്ചിട്ട് ആ കബറിന്റെ അകത്തിറങ്ങിയിരുന്ന 6000 പ്രാവശ്യം അല്ലാഹുവിന്റെ ഖുർആൻ ഓതി തീർത്തുപോയി. അല്ലാഹുവിന്റെ ഖുർആൻ ഓതി തീർത്തുപോയ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ പറയണം, സഹോദരങ്ങൾ പറയണം, നഫീസത്തുൽ മിസ്രിയ. ഞാൻ പോയിട്ടുണ്ട് ആ കബറിൽ. ഞാൻ കണ്ടതിൽ വെച്ച് നല്ല ഭംഗിയുള്ള ഒരു മഖ്ബറ. അല്ലാഹുവേ, എത്ര കാശ് മുടക്കിയിട്ടാണ് കളർ ബൾബുകൾ ആ മഖാമിന്റെ മുകൾ ഭാഗത്ത് കെട്ടിയിരിക്കുന്നത്. സ്വർണ്ണ നിറത്തിൽ ലംഘിത്തിളങ്ങുന്ന മനോഹരമായ പള്ളി. ആ പള്ളിയുടെ ഒരു ഭാഗത്ത് ഇബാദത്ത് ചെയ്തിരുന്ന സ്ഥലത്ത് പോലും നിസ്കരിക്കാൻ ജനങ്ങളുടെ തിരക്കാണ്. നഫീസത്തുൽ മിസ്രിയ സുജൂദ് ചെയ്ത സ്ഥലത്തുനിന്ന് നെറ്റിവെക്കാൻ ആയിരക്കണക്കിന് ആളുകൾ മത്സരിക്കുന്നതെന്തുകൊണ്ടാണ്? അല്ലാഹുവേ, പടച്ചവനെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യത്തിന്റെ കണ്ണിയാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ വലിപ്പത്തെ തിരിച്ചറിഞ്ഞപ്പോ അല്ലാഹു കൊടുത്ത ആദരവും മഹത്വവുമാണ്. പെങ്ങളെ, നീ ആരെ പേടിച്ചിട്ടാണ്, ആരെ വിശ്വസിച്ചിട്ടാണ് ഖബറിന്റെ കത്തലത്തിലേക്ക് പോവുക? എന്റെ പൊന്നുമോളെ, സുഖവും ആഡംബരവും കുന്നുകൂടുമ്പോ നീ മറക്കല്ലേ, അല്ലാഹുവിന്റെ വലിപ്പത്തെ മറക്കല്ലേ, അല്ലാഹുവിന്റെ വലിപ്പത്തെ മറക്കല്ലേ, അല്ലാഹുവിന്റെ വലിപ്പത്തെ മറക്കല്ലേ. അതിനു വേണ്ടിയാണ് നിന്റെ കാതിലൂടെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. എല്ലാ മക്കളും കേൾക്കാൻ വേണ്ടി. ഇതിന്റെ കൂടെ 1-2 പ്രധാന കാര്യം ചെയ്യാൻ പറഞ്ഞു. ഇടത്തെ ചെവിയിൽ ഇഖാമത്ത്, കൂടെ ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിന ശൈത്താനിർ റജീം എന്നൊരായത്തുണ്ട് ഖുർആനിൽ. നല്ല നേട്ടമുണ്ടാവും ഈ ആയത്ത് കുഞ്ഞിന്റെ കാതിൽ ഇങ്ങനെ ഓതിക്കൊടുത്താൽ ഇഖാമത്തിന് ശേഷം.
ഇതോടൊപ്പം കുഞ്ഞിന്റെ തലയിൽ എന്ന് പറയുന്നു, വലത്തെ ചെവിയിൽ എന്ന അഭിപ്രായമുണ്ട് എന്ന് പറയുന്നതിനൊക്കെ കട്ട് ചെയ്തിട്ട് കിളിപ്പാട്ടിടരുത്. നാളെ എന്തെങ്കിലും ഒരു കാര്യം മലയാള ഒത്തുകയെ കുറിച്ച് പറഞ്ഞതായാലും അറബി ഒത്തുകയെ കുറിച്ച് പറഞ്ഞാണ് പറയുന്നതിന്റെ അവിടെ എവിടെയും വെട്ടിയിട്ട് വാക്കവിധ എടുത്ത് മറച്ചിടാന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ? അവര് നിങ്ങൾ മുഴുവനും കഴുതകളാക്കാനുള്ള ലക്ഷ്യമാണ് അവർ ചിന്തിക്കുക. പക്ഷേ നിങ്ങൾ ബുദ്ധിയുള്ളവരല്ലേ, ചിന്തിച്ചുകൂടെ? എത്രയോ ചെറുപ്പക്കാരെ എനിക്ക് വ്യക്തമായിട്ടറിയാം. വള്ളക്കടവിൽ, അട്ടക്കുളങ്ങരയിൽ, തട്ടത്തുമലയിലേക്ക് ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്തൊക്കെ അവിടുത്തെ ചുറ്റുവട്ടത്തുള്ള പുത്തൻപാദികൾക്കൊക്കെ ശല്യമായിരുന്നു. എപ്പോഴും അവിടുത്തെ അഷ്റഫ് സാഹിബ് പ്രസിഡന്റാണ്, പാവം. ഇങ്ങനെ തന്നെ ഇരിക്കും, കമ്മിറ്റിയിലും ഇങ്ങനെ തന്നെ, വള്ളിക്കകത്തും ഇങ്ങനെ തന്നെ, എപ്പോഴും ഇങ്ങനെ എന്നോട് പറയാം, ഉസ്താദ് അങ്ങനെ മൗലിദിന്റെ വിഷയങ്ങളൊന്നും അത്ര കട്ടിക്കും പറയണ്ട, ഇനി അവരെ ഇടന്ന് ബഹളം വെച്ചുവിടോ, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ഞാൻ പുത്തനാശയത്തിലേക്ക് പോയി എന്ന് പറയാൻ കേരളത്തിലെ സുന്നത്ത് ജമാഅത്തുകാര് തന്നെ രംഗത്ത് വരുന്നത് എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ സമയമായതുകൊണ്ട് ഞാൻ ഒരു സംഘടനയെ, പുത്തൻവാദികളെ അല്ലാതെ സുന്നത്ത് ജമാഅത്തിനെ എതിർത്തുകൊണ്ട് ഞാൻ ഇന്നുവരെ പ്രസംഗിച്ചിട്ടില്ല. നിങ്ങൾക്കത് കേൾപ്പിക്കാനും പറ്റില്ല. ഒരു വ്യക്തിയെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ അധിക്ഷേപിച്ചിട്ടില്ല. പക്ഷേ ആയിരക്കണക്കിന് ഉസ്താദുമാർ, നൗഷാദ് ബാക്കികൾ അധിക്ഷേപിച്ചു. അതുകൊണ്ട് അള്ളാഹു എനിക്കത് നേട്ടം എന്താണ്? എത്ര ബന്ധങ്ങൾ, എത്ര മഹാന്മാർ, എത്ര ഉസ്താദുമാർ. നാഗൂർ നിന്ന് രാവിലെ എത്തിയതാണ് ഞാൻ. എത്രയോ അനുഭവങ്ങൾ സിയാറത്തിലൂടെ, എത്രയോ മഹാന്മാർ. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അള്ളാഹുവിന്റെ ബന്ധത്തിലേക്ക് ഒരു മനുഷ്യൻ ലക്ഷ്യമിട്ടിറങ്ങിയാൽ അവനെ വാരി വലിച്ച് നശിപ്പിക്കാൻ വേണ്ടി ശൈത്താൻ 4 ഭാഗത്തു നിന്നുണ്ടാവും. അത് പൂമാലകളെ പോലെ ഏറ്റ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയെ ലോകത്തിനോട് നെഞ്ചു വിരിച്ചു പറഞ്ഞു കൊടുക്കാൻ ഉസ്താദുമാരുടെ ഗുരുത്വം കൊണ്ട് അള്ളാഹു മരിക്കുന്നതുവരെയും അള്ളാഹു ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാം, അതുകൊണ്ട് വലത്തെ ചെവിയിലാണ് ഈ സൂറത്ത് ഓതേണ്ടത് എന്നും തലയിലാണ് ഊതേണ്ടത് എന്നും ഒക്കെ അഭിപ്രായമുണ്ട്. ഇനി മൂക്കിൽ ഊതി കൊടുക്കാൻ പറഞ്ഞ നാളെ വാട്സപ്പിൽ വന്നു അള്ളാഹു പറയാൻ കഴിയില്ല. എഡിറ്റിങ്ങിന്റെ കാലമാണ്. വേണ്ടിട്ടത് ചട്ടിയായിട്ട് പോകുന്നു, വറതയിട്ടത് തുണി ഇല്ലാതെ ഓടുന്നു. ആ കാലമാ, ഒന്നും പറയാൻ പറ്റൂല. ഉമ്മ കുളിക്കുന്നത് 3 വയസ്സുള്ള മോൻ യൂട്യൂബിലിട്ട കേരളമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പോ ഈ 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് കുഞ്ഞിന്റെ തലയിൽ ഓതി കൊടുക്കണം. ബാങ്ക് വേണമെങ്കിൽ ഉമ്മാക്ക് തന്നെ കുഞ്ഞിന് ഓതി കൊടുക്കാം. പ്രസവിച്ച ഉമ്മാക്ക് തന്നെ കൊടുക്കാം. വാപ്പ വെളിയിൽ ഇങ്ങനെ നിൽക്കല്ലേ ഫ്ലാസ്കൊക്കെ ആയിട്ട്. അപ്പടെ വലിയ മെഡിക്കൽ കോളേജിലാണെങ്കിൽ കാക്കത്തിട്ടോ ആകെ വേളോ. അല്ലാത്ത സ്ഥലത്ത് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ. മെഡിക്കൽ കോളേജ് ഇപ്പൊ പ്രസവമൊന്നുമില്ല, ബാക്കിയൊക്കെ വലിയ ഹോസ്പിറ്റലിലല്ലേ. അപ്പൊ അവിടെ പ്രിയപ്പെട്ട ഭർത്താവ് പുറത്തുണ്ട്. ആ പ്രിയപ്പെട്ട ഭർത്താവിന് വന്നത് ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഭാര്യക്ക് വാങ്ങുവിക്കാമത്തും കൊടുക്കാം. പക്ഷെ സൂറത്ത് ഓതാൻ പാടില്ല. ഭാര്യ വലിയ ശുദ്ധിക്കാരിയല്ലേ, കുളിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് അത് കഴിയില്ല. രക്തമൊക്കെ നിന്ന് എല്ലാ ശുദ്ധിയാന് ശേഷമേ പിന്നെ ഭാര്യ ഖുർആൻ ഓതാവൂ. അതുകൊണ്ട് ഈ പുരുഷന്മാരാരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അത് ഓതി കൊടുക്കണം. അതും ഈ സൂറത്ത് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അതും അല്ലാഹുവിന്റെ വലിപ്പത്തെ, അല്ലാഹുവിന്റെ ഏകത്വത്തെ, അല്ലാഹുവിന്റെ കഴിവിനെ, അല്ലാഹുവിന്റെ ശക്തിയെ ഓർമ്മപ്പെടുത്തുന്ന സൂറത്തായി മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, പിന്നെ ഒരു അത്ഭുതം ലോകത്ത് നടക്കുന്നുണ്ട്. എന്തെന്നറിയുമോ?